നമ്മള് അറിയത്തില്ലാന്ന് വെച്ചിട്ടോ നമ്മളൊന്ന് റാഗ് ചെയ്തേ. മറ്റേ കട്ടൗട്ട് കൊണ്ടുപോകത്തില്ലേ ഫ്ലെക്സ്, അതേപോലെ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ബേബി ഇല്ലേ ഇത്? ബേബിയാ ഈ കേവിയുടെ ഗ്യാങ് ഹൗസ് ഇല്ലല്ലോടാ. പിന്നെ കേവിയുടെ ഗ്യാങ് ഹൗസ് എവിടാണ്? അവിടെ ഇല്ല, അവിടെ ഇല്ല. അവിടുന്ന് പോയി ഇപ്പൊ ഡ്രസ് ഷോപ്പ്, ടിവി ഡ്രസ് ഷോപ്പ്. ബേബി പുതിയത് വന്നോ? ഡ്രസ് ഷോപ്പ് കേവിയുടെ ഗ്യാങ് ഹൗസ് അവിടെ ഇല്ല, പുതിയതും വന്നിട്ടില്ല. ഇല്ലില്ല, കേവിയുടെ ഗ്യാങ് ഹൗസ് അവിടെ ഇല്ലാണ്ടോ. നമ്മൾ അതുവഴി അവിടെ ചുമ്മാ നിന്നാ അത്രേ ഉള്ളൂ. ഡിസ്മാന്റിലായെന്ന് തോന്നുന്നു. ഹലോ ഹലോ, പേരെന്താ? അരുൺദാസ്. ബ്രോ നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ്. താരാദാസ്. ഓക്കേ ഓക്കേ. താരാദാസ് എന്നാണോ പറഞ്ഞത്? ഓ ടെർബോദാസ്. ഞാൻ അരുൾദാസ്, താരാദാസ് എന്തൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എല്ലാം ഒന്നും തന്നെ. ദാസായ മതിയല്ലോ. ജോക്കണ്ണനെ പോലത്തെ ഒരാളെ നേരത്തെ കണ്ടേ ഉള്ളൂ. അണ്ണുന്റെ വേറെ ഡൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഡ്രസ്സും മുടിയൊന്നും ഇല്ലടാ. മുടി ആപ്പട 50 എണ്ണേ ഉള്ളടാ. എനിക്ക് എന്റെ എല്ലാം ഉണ്ട് കേട്ടാ, അതേപോലെ എന്റെ എല്ലാം ഉണ്ട്. ടിവിയുടെ മറ്റേ ഓജി ഡ്രസ്സും എടുത്തിട്ട് നമ്മുടെ ഗ്യാങ് ഹൗസും കാര്യങ്ങളും ഒന്നുമില്ല. ഗ്യാങ് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ. അല്ല ഗ്യാങ് ഹൗസിലടാ ഗ്യാങ് ഡ്രസ്. അതിപ്പോ ഒന്നും വരുത്തൊന്നും ഇല്ലണ്ണോ, അതൊക്കെ ഇനി സമയം എടുക്കും. ഇനി ഇന്ന് വന്നതല്ലേ ഉള്ളൂ. എല്ലാ ടെസ്റ്റ് സെർവറാ, ഇത് ടെസ്റ്റ് സെർവറാ, ഇതല്ല ഒരാഴ്ച പിടിക്കുന്നില്ലേ പറഞ്ഞേ. ഒരാഴ്ച പിടിക്കുന്നുണ്ടോ? നീ അണ്ണനെ കൈ വെക്കാറാടാ. കൈ വെച്ചല്ലോടാ എന്നെ. ഇറ്റാച്ചി നീ സ്റ്റോറി കിട്ടല്ലോ. ഞാൻ സ്റ്റോറി ഇട്ട് എല്ലാവർക്കും ഒരു ഫക്ക് കടിച്ചു കൊടുത്തു. വലിയ താമസം ഇല്ലേ ഇപ്പൊ കാണാൻ. എനിക്ക് 12 ഫോളോവേഴ്സ്, 7 ഫോളോയിങ്. ഇറ്റാച്ചിക്ക് ആരും ഇല്ല, വേറെ ആരും ഇല്ല. ഒഫീഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇതിട്ടേക്കുന്നടാ. ഉണ്ടോ? വാ വാ വാ. ഗരാജിന്റെ മോളില്. എന്നെ ഒന്ന് തൂക്കോടാ, എന്നെ ഒന്ന് തൂക്കോടാ. തൂക്കണോ? പിന്നെ തൂക്കണ്ടേ? ലിഫ്റ്റ് ഞാനിറങ്ങ പോവല്ലടാ നീയൊക്കെ അപ്പം. ഇല്ല, ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നീക്കിരുത്തി അണ്ണനെ കണ്ട്. എന്തൊക്കെ കള്ളത്തരമല്ലടാ ഇറ്റാച്ചി പറയുന്നേ. അല്ലേ നമ്മള് നമ്മളെ അണ്ണനെ കണ്ട്. പിന്നെ അണ്ണു അവിടെ നിന്ന് രജിസ്റ്ററോട് സംസാരിക്കുന്ന കണ്ട, അതല്ലേ സ്ലോ ചെയ്ത് നിർത്തിയത്. ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് 6 വർഷമായി മനസ്സിലായി. എന്റെ അണ്ണു, ഞാൻ നമ്മളെ അണ്ണുവിനെ കണ്ടെന്ന്. ഇതെന്താ അണ്ണു ഇതിങ്ങനെ? അണ്ണു ഇങ്ങനെ സംശയം പോലെ. നമുക്ക് ഇങ്ങനെ നിക്കാവേ, ഈ ഫ്രെയിമിൽ ഇങ്ങനെ പൊട്ടിക്കുന്ന നല്ല രസമായിരിക്കും. വെയിറ്റ്, എല്ലാരും ഇറങ്ങി. വണ്ടിക്കകത്ത് പൊട്ട അത് പൊട്ടുന്നില്ല, വെടിവെച്ച് പൊട്ടിക്കേണ്ടി വരും. കിഴങ്ങാൻ തന്നെ എന്തിനാണ് ഇപ്പൊ അടിച്ചു പൊട്ടിക്കുക? തന്നെ പൊട്ടൂലേ? തന്നെ പൊട്ടൂലടാ, കുറച്ച് തന്നെ നിൽക്കും. ടോപ്പ് 3 within 8 hours ആണോ? അത്ര 8 മണിക്കൂറും ടോപ്പ് 3 ആയി. പടി കറുപ്പ്. പടി കറുപ്പ്. രണ്ട് പിടിയുമായ അത് അവനെ ഇടിച്ചായിരുന്നു.
ഹലോ 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 കിക്ക് ചെയ്യാൻ പറ്റൂടാ ഇപ്പൊ? LX2 ആ പറ്റും അതെങ്ങനെ കിക്ക് ചെയ്യുന്ന? LX2 കൺഫേം ഇത് LX2 അല്ലടാ അത് അത് ഡ്രൈവിംഗ് സീറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഒരു ഞാൻ നോക്കട്ടെ ഇത് എങ്ങനെ കിക്ക് ചെയ്യുന്നത്? ആ എക്സ് ഒരു വട്ടം ഒരു എക്സ് ഒരു ഒരു വട്ടം പ്രാവശ്യം പിടിക്കാം. ഞെക്കിയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് ദേ ഇങ്ങനെ കണ്ടോ ഓ ഡെസ്റ്റർ അല്ലേ ഡെസ്ട്രോ ഡെസ്റ്റോ ഒന്ന് ഇറങ്ങിയടാ, ഡെസ്റ്റോ ഒന്ന് ഇറങ്ങിയടാ, വണ്ണാപ്പി ഫ്രണ്ടിലോട്ട് നോക്കി. അയ്യോ സോറി കൊറേ ആയ അണ്ണനെ കൈ വിടുന്നേ. അല്ല പറയാ അല്ല രണ്ടു വട്ട കൈ വെച്ചു. നേരത്തെ കോടാലി എന്തോ വെച്ചു, ഇപ്പൊ മനപ്പൂർവ്വം ഇതായിരുന്നല്ലേ മറ്റേ റെഡ് കാറ്. ഡെസ്റ്റോ ഇങ്ങോട്ടൊന്ന് വന്നേടാ. പയ്യോ ഇറ്റ്സ് മൈ റെഡ് കാർ. വേലായുധ പോലെ കാറ് തെറ്റിയാത്തോട് 18 പടി കറുപ്പ. നമുക്കൊരു ട്രൈ അങ്ങോട്ട് പോകണേ. ഓക്കെ ഓക്കെ ഇറ്റാച്ചി നമ്മളുടെ കൂടെ കളിക്കാൻ പറഞ്ഞല്ല. കുറേ തവണ വിളിച്ച് ഇറ്റാച്ചി. ഞാൻ ഒരു കാര്യം പറയട്ടെ ജോക്കിയാണ്, ഇതിപ്പോ എത്ര ക്യാരി ചെയ്യേണ്ടി വരുമല്ലോ. 17,000 രൂപ കൊടുത്ത് ഒരു വാലോ അക്കൗണ്ട് വിളിച്ചു ഒരാള് കളിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ കളിക്കാൻ വന്നില്ല. ലാസ്റ്റ് എന്റെ മൂഡ് പോയി. ഞാൻ ഫിഫയെ കയറിയപ്പോഴാണ് ഇവന്മാർക്കൊക്കെ ഇപ്പൊ കളിക്കാനുള്ള. വ്യക്തി നീലൻ. ഓ നീല 15,000 രൂപയ്ക്ക് ഒരു അക്കൗണ്ട് ഒക്കെ മേടിക്കാന്ന് പറഞ്ഞാലേ എടാ ഞാൻ കാര്യം പറയാം. 45,000 രൂപ കണ്ണാടി വെക്കുന്ന അത്ര ഇല്ല. യൂസ്ഫുൾ ഉണ്ടല്ലോ യൂസ്ഫുൾ ഉണ്ടല്ലോ. നീ എവിടാണ് അത് യൂസ്ഫുൾ ആക്കി? നീ എവിടെ അത് യൂസ് ആക്കി? അത് പുറത്തൊക്കെ പോകുമ്പോ ഇട്ടോണ്ട് പോകാറുണ്ട്. പിന്നെ പുറത്ത് പോകുമ്പോ ഇട്ടിട്ട് പിന്നെ ഇപ്പൊ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഡബിൾ ചിന്നൊക്കെ വെച്ച് ഫേസ് വല്ലാണ്ടിരിക്കുന്നോണ്ടാണ് ഇപ്പൊ ഇടാത്തത്. നേരത്തെ ഇടുവായിരുന്നു. മെറ്റാ ക്ലാസ് വെച്ചിട്ട് നീ മറ്റേ ഡ്രൈവിംഗ് POV റെക്കോർഡ് ചെയ്ത് നേരത്തെ നീ ആരടാ അയന്റെ സൂര്യോ ജോലയിലൊക്കെ വെച്ചിരിക്കാൻ? അല്ല അതിപ്പോ ഒരു 3 മാസം കഴിഞ്ഞ് തന്നെ കാണും. അയലിലെ സൂര്യ ആവല്ലേ. എടാ എന്റെ പൊന്ന് കണ്ണാപ്പി, നീ ഒരു വ്ളോഗ് ചാനൽ തുടങ്ങിയായിരുന്നല്ലോ, എന്ത് ചെയ്ത്? കൺകുൺ ബ്ലാക്സ് അത് അവിടെ തന്നെ ഉണ്ട്. പുതിയ വ്ളോഗ് വരും സൂൺ. ഓ നിന്റെ മറ്റേ ഇതിന്റെ വ്ളോഗ് എന്ത് ചെയ്യേ? മറ്റേ PC-യുടെ അതാ ഉടനെ വരും ഉടനെ. വേലായുധമലയെ കാണുമ്പോൾ 18 പടി കറുപ്പ കറുപ്പ വാറാട്ട കറുപ്പ വാറാട്ട ആള് പറ വാ അണ്ണനെ കൊണ്ട് വാ. പിന്നെയും പോയല്ലടാ. അയ്യോ എന്റെ അണ്ണു എല്ലാരുടെ കേറാല്ലേ പറഞ്ഞത്. അണ്ണനെ കേട്ട് വേലായുധമലയെ പാട്ട് ഡ്രസ്സിനെ കൊണ്ട് പാടിക്കാറില്ല. നമ്മളൊരു പാട്ട് പറഞ്ഞു തരാം, അങ്ങോട്ട് പാടുവോ? തമിഴ് ഇത് ലിറിക്സ് എത്ര ഉള്ളു, പാട്ടായിട്ട് പാടണ്ട. ലിറിക്സ് അറിഞ്ഞോടാ. ഞാൻ ഇത് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. 18 പടി കറുപ്പ ഇത്ര ഉള്ളു. ഇത്ര പാടിയോ ഡ്രസ്സോ പാടാ ഡ്രസ്സോ പാടാ. എല്ലാവർക്കും എന്നെ പോലെ മഹാലിംഗം ആവാൻ പറ്റൂലല്ലോ. ഒന്ന് അങ്ങനല്ല, പ്രോപ്പർ ലിറിക്സ് ആണ് ഇത്. ഞാൻ പറയുന്നില്ല, ഒരു പുള്ളിയുടെ പേരായിട്ട് വരും. അത് ഇതല്ല, അതല്ല ഇത് വേറെ. ഞാൻ ലിറിക്സ് നോക്കിട്ട് പാടാ. ലിറിക്സ് നോക്കിട്ട് പ്രിപ്പയർ ആക്കിട്ട് പറ. എவ்வளவு നേരം വേണം പ്രിപ്പയർ ആക്കാൻ? ഒരു 30-45 മിനിറ്റ്സോ? 5 മിനിറ്റ് പോതും. 5 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അപ്പൊ തിരിച്ചു വരുമ്പോ പാടണം. ഇടയ്ക്ക് ഗ്യാസ്ട്രോ വാസുണ്ട്, അതൊക്കെ ചേർക്കുന്നുണ്ട്. ചുമ്മാ കണ്ടുപിടിക്കില്ല നമ്മളെ. കറക്റ്റ് മറ്റേ എന്റെ വോയിസ് മറ്റേ കറക്റ്റ്. അതെന്ത് കേടല്ലേ. അവനെ പിടിയടാ.
ഇതാരാ ഇത് ടൂർ പോന്നു എന്താടാ ദരിദ്രാവസ്ഥ ആൻഡ്രോയിഡ് ചെയ്ത് എടാ ഹലോ 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 ആൻഡ്രൂ തോർത്താടാ നീ എന്താടാ ഇതിന് മൊത്തം എന്താടാ കാലില്ലല്ലോടാ ഇത് ഹലോ കാലുണ്ട് അതാക്കത്തെ ഷോക്സാ പേരെന്താ 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 കടട കാട്ടുപോൻ 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 കാട്ടുപൂവരാ കാട്ടുപോൻ കാട്ടുപോൻ ഓക്കെ 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 എന്താ പരിപാടി നിന്റെ അനിയന്റെ പേരെന്തോടാ പൂമോൻ അനിയന്മാരല്ലോ ഉണ്ടോ കാട്ടുപോൻ പൂമോൻ എന്തൊരു പേരാടാ ഇത് കാട്ടുപോനാ അച്ഛന്റെ പേര് പറയല്ലേ തെറിയാ അതെന്ത് കാട്ടു ഓ നീ കാട്ടൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ ഇത് മറ്റേ കാട്ടുവാണോ പണ്ടത്തെ എന്തോടാ നമ്മളെ എടാ ഇത് ആ കാട്ടുമായിരുന്നു എടാ കാട്ട് സുഖമാണ് എനിക്ക് ഓ സുഖം 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 അണ്ണന് എടാ എടാ നിങ്ങക്ക് മനസ്സിലായി അണ്ണന് മനസ്സിലായി കാണും ഈ കാട്ടുവിനെ ആ അണ്ണനറിയാം അണ്ണനറിയാം ഇപ്പൊ ഇതിനെ അറിയാം എക്സാമ്പിൾ ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തിട്ടില്ല ഓ മീറ്റ് ചെയ്തിട്ടില്ലേ പിന്നെ എങ്ങനെ അറിയാനാ പനി നമ്മള് അറിയത്തില്ലാന്ന് വെച്ചിട്ടാ കേട്ടോ നമ്മൾ റാഗ് ചെയ്തേ നമ്മളെല്ലാരും കണ്ടുപിടിച്ച് നമ്മൾ റാഗ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളു ഓക്കെ മനസ്സിലായി ഇനി അമ്മമാർ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ സിറ്റി അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ തേടി പിടിച്ച് വള്ളി എടുത്ത് അടിക്കും ഇതാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു ടാക്ടിക്സ് ഞാനിപ്പോ വന്നിറങ്ങിയുള്ളൂ ആ 15 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ കുഴപ്പമില്ല വലിയ കാറ്റില്ല ഒരു വിഷമം ഉണ്ടായിരുന്നോ കാര്യമില്ലല്ലേ ഓ പിന്നെ വലിയ കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അവ നാളെ സെർവർ ഡിഗ്രി ഞാൻ കാണിക്കുന്നേ എന്താടാ ശീലയാണോ എന്താടാ മറ്റേ കട്ടൗട്ട് കൊണ്ടുവന്നില്ലേ ഫ്ലെക്സ് അതേപോലെ കൊണ്ടുവന്നേ ആക്സിഡന്റ് 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 സിറ്റി വന്നില്ല അതിനുമ്പൊക്കെ അവന്റെ ഹലോ പെയ്യൊക്കെ പോ ബ്രോ പെയ്യൊക്കെ പോ നമ്മള് നേരത്തെ പരിചയപ്പെട്ടതാ ആ അതവരുടെ പെയ്യെ പോ ഇല്ലില്ല ഇവിടെ അല്ല അങ്ങോട്ട് മറ്റേ ടിഡിഎമ്മിനെ അങ്ങോട്ട് പോകുന്നോടെ പതിനെട്ടാമ്പടി കറുപ്പ കൊണ്ട് മരത്തേക്ക് നമ്മള് പ്രശ്നം ഇപ്പൊ ഇരുന്നേനല്ലോ തരിപ്പന്മാരൊന്നും വന്നില്ലടേ പിന്നെ ബാലം വരും കുറച്ചിന്റെ ഒരു അരിപ്പെന്ന് പറയുമ്പോ ഞാനും ബാലനേ ഉള്ളൂ വേറെ ആരില്ല എല്ലാം പിടിയന്മാരായില്ലേ ഓ കണ്ണാപ്പി പിടിയാനാടാ അല്ലല്ല നമ്മള് വള്ളി ടീംസ് നമുക്ക് തരിപ്പുമില്ല കിഴപ്പുമില്ല സിറ്റിയില് മൂന്ന് വരെ ആൾക്കാരുണ്ട് തരിപ്പൻസ് പിടിയൻസ് കഴപ്പൻസ് എന്തൊക്കെയാ ആ കാര്യം കഴപ്പൻസിലാകെ ഒരാളേ ഉള്ളൂ അത് അമ്പത്തൂര് നമ്മളൊറ്റ പേര് അണ്ണു അന്ന് വള്ളി ടീംസ് എടാ ഇതെന്താ അമ്പത്തൂര് അറിഞ്ഞോണ്ടല്ലോ അമ്പത്തൂര് അവിടെ ഒരു സ്വർഗരാജ്യം കെട്ടിപ്പടുക്കാണ് RDR അങ്ങനെ ആളാണ് രണ്ടു ദിവസം കൊണ്ട് പോയില്ലേ മര്യാദക്ക് ചോദിച്ചോ ഒരു $1000 ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇത് വെറുപ്പാണ് നമ്മളെ ഇന്ത്യക്കാരെ അതെ 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 ഏത് മറ്റേതാണോ നീരന്റെ മാസ്റ്റർ ഓ എക്സ്റ്റാൻഡിസ് #3 ഹിറ്റ് ചെയ്തോ ചെയ്ത് പിന്നെ അല്ല ഇത് മൊത്തത്തിൽ സെർവർ വന്നു കഴിഞ്ഞുണ്ടല്ലോ ഫസ്റ്റ് ഹലോ ഇത് ഇന്ത്യ പൈസ വെച്ചല്ലേ #3 ചെയ്തത് അല്ലേ എന്തോന്നു ഇന്ത്യ വേൾഡ് അപ്പ് എത്ര റാങ്ക് വേൾഡിൽ ഇഷ്ടം പോലെ ഉണ്ടോ അതറിയാം #3 ഇന്ത്യ എന്ന് പറഞ്ഞപ്പോഴേ കണ്ണാപ്പി ചോദിച്ചു അറിയോ ഇത് ഇന്ത്യയിലെ മാത്രമല്ലേ എടുക്കത്തുള്ളൂ അതല്ല കണ്ണാപ്പി ഇതൊക്കെ വേൾഡിലെടാ വേൾഡില് പ്ലസ് ടു വരെ പഠിച്ചവൻ ഈ ബുദ്ധിയല്ലേ കാണത്തുള്ളൂ അങ്ങനെ കണക്കൂട്ടണ്ടേ ആരും അറിഞ്ഞു നിനക്ക് പെണ്ണൊക്കെ കിട്ടൂടാ അതാ യൂട്യൂബറാന്ന് പറയും കേട്ടാ ഇല്ല ഞാൻ പെണ്ണ് കിട്ടുന്നില്ല ഞാൻ മറ്റേ പരിപാടി അതെനിക്കറിയാം അതല്ല പ്ലാൻ എ പ്ലാൻ ബി മറ്റേ പ്ലാൻ ബി
പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാളെ ശരത്തേണ്ട ഒരു മോൻ ഉണ്ടാവുന്നു. മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്ന വഴി ഐസ്ക്രീം കഴിപ്പിക്കുന്നു, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവിടുന്നു. ഇതുപോലെ എല്ലാവരുടെ മക്കളെ ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരും അടുത്തടുത്തുള്ള. അതിന് നിനക്ക് എന്താണ് ഗുണം? എന്താണ് അത് കല്യാണമായിട്ട് എന്ത് ബന്ധം? കൂളങ്കിൾ. ഓ അപ്പൊ അത് പ്ലാൻ ബി. പ്ലാൻ എ എന്താ? പ്ലാൻ എ കെട്ടണോ നടന്നില്ല. നടന്നില്ല. നിനക്ക് ആപ്പാട് 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അല്ല കെട്ടണോ നടന്നല്ല. നമ്മള് ഇറ്റാച്ചിയുടെ കല്യാണം എത്ര ശ്രദ്ധിക്കാനൂടെ? എന്റേത് അറിഞ്ഞൂടാ. ഇല്ല. ഇറ്റാച്ചിയുടെ ഒക്കെ കല്യാണോ? അത് ഉടനെ ഉണ്ടോ ചേച്ചി? അണ്ണൂന്റെ കല്യാണം ഉടനെ ഉണ്ടോ? അണ്ണു ഇന്നൊരു റീല് കണ്ടു. എടാ, ഞാൻ 2026 അണ്ണുവിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ വാസുണ്ണന്റെ കൊച്ചിന്റെ 10ാം ക്ലാസ് വരെയുള്ള ഫീസ് കണ്ടു കൊടുക്കുന്നു. എടാ, അത് അവനെ ഒന്നും കാണിക്കല്ലേ. അവൻ അതൊക്കെ എടുത്തിട്ട് നീ അത് പറയും. ഞാൻ ഇന്ന് കണ്ടതാ. ഇന്ന് ഞാനൊരു കിട്ടുന്നില്ലടേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തും കാണിക്കുന്നേ? ഇവര് We will rack some people, man. ഓക്കെ കട്ടോട്ട് ഇതുപോലായിരുന്നു മെസ്സിയുടെ കട്ടോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കൂട്ടുകാരൻ. 4 അടി പൊക്കമുള്ള റെഡിയാണോ? എടാ നമ്മളിവിടെ അടുത്തൊരു തിയേറ്റർ ഉണ്ട്. ഇതവരുടെ കട്ടൗട്ട് ഞാൻ അങ്ങോട്ട് വരും. ആശുപത്രി കൊണ്ടോ EMS ഇല്ല. കണ്ണാപ്പി EMS വരുന്നു. ഇപ്പൊ ശരിക്കും കട്ടൗട്ടായി. 18ാം പടി കറുപ്പ. കറുപ്പ കായംകുളത്തുണ്ടല്ലോ പർപ്പിള് വന്നു.